ആത്മാവ് നമ്മളോട് സംസാരിച്ച അതേ വചനം ഒന്ന് വായിച്ച് ഞാൻ ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 4, 5, 6 വാക്യങ്ങൾ. Isaiah chapter 43 verse 4 to 6. ഇതായിരുന്നല്ലോ ന്യൂ ഇയറിൽ നമുക്ക് ദൈവം തന്ന വചനം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് ശേഖരിക്കുകയും ചെയ്യും. Fear not, for I am with you. I'll bring your descendants from the east and gather you from the west. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുക്കരുത് എന്നും കൽപ്പിക്കും. I'll say to the north, give them up, and to the south, do not keep them back. പ്രൈസ് ദി ലോർഡ്. ചില ദൈവവചനങ്ങളൊക്കെ അതൊരു ആത്മീയ വെളിപ്പാടിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് വിടുതലായിട്ട് മാറുന്നത്. Certain texts from the word of God, only when we think it from in a perspective of revelation, it will change in our lives. ഈ ദൈവവചനവും അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നൽകപ്പെട്ട ഒരു ദൈവവചനമാണ്. This word is also given to us by the Holy Spirit. ഇതിനകത്ത് ഇതിൻ്റെ ആഴങ്ങൾ, ഒരുപാട് ഡെപ്ത് ഈ വാക്യത്തിൽ ഉണ്ട്. ഇന്ന് രാവിലെ നാം അതിനെക്കുറിച്ച് ഇംഗ്ലീഷ് മെസ്സേജിലൂടെ കേട്ടു. As you have heard in the morning as well, this verse has a lot of depth in it. ദൈവം മടക്കി വരുത്തുന്ന ദൈവമാണ്. God is a God that brings back. പക്ഷെ ആരെങ്കിലും ഒരുവൻ ഗ്യാപ്പിൽ നിന്ന് ചോദിക്കണം. But some of us has to stand in the gap and ask. അതിനു വേണ്ടിയിട്ടാണ് ദൈവസഭയെ ദൈവം ഇവിടെ That is ആക്കിയിരിക്കുന്നത്. why God has placed the church here. ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. അങ്ങനെ ഒരു മടങ്ങിവരവ് ഉണ്ടാകുമ്പോൾ നാം പിശാചിൻ്റെ കയ്യിലിരിക്കുന്നതിനെയാണ് മടക്കി ചോദിക്കുന്നത്. We have to understand that we are asking things from the devil. അങ്ങനെ പിശാചിൻ്റെ കയ്യിലിരിക്കുന്ന ഒന്നിനെ നാം മടക്കി ചോദിക്കുമ്പോൾ അതിനകത്തൊരു റെസിസ്റ്റൻസ് ഉണ്ടാകും. When we are asking for things from the devil's hand, there will be a resistance there. ഹല്ലേലൂയ. അപ്പോൾ ദൈവസഭയായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞ ഒരു ദൂത്, നാം ഈ കാലയളവിൽ പലതിനെ മടക്കി ചോദിക്കാനായിട്ട് പോവാം. The message that we heard is that we must ask for reclamation. നമ്മൾ ഈ ദിവസങ്ങളിൽ പലരും മടങ്ങി വരുന്നത് കാണാനായിട്ട് പോകുക. We are going to see many people coming back. എത്ര പേർക്ക് വിശ്വസിക്കാനായിട്ട് How പറ്റും? many of you are able to believe that? നിങ്ങളുടെ രക്തബന്ധങ്ങളിൽ ചിലരെയൊക്കെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ മടക്കി കൊണ്ടുവരാനായിട്ട് പോകുക. The Holy Spirit is going to bring back people in your relatives. ഹല്ലേലൂയ. അവരൊരു പക്ഷേ നഷ്ടപ്പെട്ടു പോയിരിക്കാം. പലരും അതിൻ്റെ പേര് മായ്ച്ചു കളഞ്ഞിരിക്കാം. അതൊന്നും പരിശുദ്ധാത്മാവിനൊരു വിഷയമല്ല. ദൈവവചനത്തിൽ നമ്മൾ വിശ്വസിക്കുകയും ആത്മാവിൽ നാം പ്രാർത്ഥിക്കുകയും ചെയ്താൽ കൽപ്പിക്കുന്ന ഒരുവനുണ്ട്. അവൻ നമ്മുടെ ദിവസങ്ങളിൽ പലതിനെയും മടക്കി കൊണ്ടുവരും. They may be lost or forgotten, but if we believe in your word and pray, God will bring them back. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവചനത്തിൻ്റെ വെളിപ്പാട് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അതിനകത്ത് അങ്ങ് പിടിക്കുക. ഹോൾഡ് ഓൺ ദാറ്റ്. We should hold on to the word when we understand the revelation. അപ്പോൾ അതിനകത്ത് വലിയ ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ടിടയാണ്. So the work of God will be revealed in our lives. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ 2025 വളരെ സ്മൂത്തായിട്ടൊരു വർഷമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് ഗോയിങ് ടു ബി എ റഫ് ഇയർ. I don't think this year is going to be a smooth but a rough one. ആരെങ്കിലും ദൈവദാസന്മാർ ഇങ്ങനെ ഇരുന്ന് പറയും എല്ലാം വളരെ അനുഗ്രഹത്തിൻ്റെ അല്ലേ പറയുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഫൈറ്റ്, ഇറ്റ്സ് ഗോയിങ് ടു ബി എ വാർ. The Holy Spirit reminded me that this year is going to be a war. എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, എന്നാലേ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കത്തുള്ളൂ. Then only we will be prepared. ഇതൊന്നും അറിയാതെ പിടിച്ച് കുഴിയിട്ട് കഴിഞ്ഞാൽ കുഴി കിടക്കത്തേ ഉള്ളൂ. If we simply dig a hole without knowing, we'll just lay there. ആദ്യമേ ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് റെസിസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. Only if we have a preparation, then we can resist. കാര്യം ഇവിടെ നിന്ന് പിശാചിനെ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ പിശാച് അടങ്ങിയിരിക്കത്തില്ല. But if you challenge the devil will not stand. അവന് എവിടെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടോ അവിടെയൊക്കെ എണ്ണിക്കുവാനായിട്ട് തുടങ്ങും. Where only has influence, he will rise up. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നെഹമ്യാവിൻ്റെ പുസ്തകമൊക്കെ എടുത്ത് വെച്ച് വായിച്ചു നോക്കിയാൽ മതി. പണി തുടങ്ങുന്നു എന്ന് തുടങ്ങുമ്പോഴേ ഇവരിൽ പണി നടക്കുന്നെന്ന് തോന്നുമ്പോൾ സമ്പലത്തും തോബിയാബും ഒക്കെ എണ്ണീക്കും. When you read in the book of Nehemiah, it says that when the work started, Sanballat and Tobiah started rising up. അതുവരെ ഇല്ലാത്ത ശത്രുക്കളൊക്കെ നിനക്കുണ്ടായി വരും. Those enemies that weren't there came up suddenly. അങ്ങനെയാണ് ഈ പണിയുടെ ഒരു പ്രത്യേകത. ഈ പണിയുന്ന മെസ്സേജ് വന്നു കഴിഞ്ഞാലും അതുപോലെയാ, അതത്ര സുഖമുള്ള ഒരു മെസ്സേജ് ആയിരിക്കത്തില്ല. The message of to start the work is not an easy one. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മളെ ചലഞ്ച് ചെയ്യുന്ന മെസ്സേജസിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു? How do we react to the messages that challenge us? ഒരുപാട് ചലഞ്ച് ചെയ്യുന്ന മെസ്സേജാണ് എൻ്റെ കയ്യിൽ ദൈവം തരുന്നത്. God has given me a lot of challenging messages. പ്രൈസ് ഗോഡ്. എനിക്കൊരു മെസ്സേജ് കൈ കിട്ടിയാൽ അത് പ്രസംഗിച്ചേ പറ്റത്തുള്ളൂ. I have to preach the word that I have received. കാര്യം ഇന്നലെ രാത്രി എൻ്റെ കയ്യിൽ ഒരു മെസ്സേജ് തന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇത് എവിടെ നിന്നിട്ട് പ്രസംഗിക്കാനാണ്?
Yesterday night, the Lord gave me a word as well. എൻ്റെ വൈഫിനോട് ചോദിച്ചാൽ മതി, ഇന്നലെ 12:30 കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുക, ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ. 1 മണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ ഒരു വാക്യം പോരാലോ. I was sitting in the whole night for this. കാര്യം അത് തന്നെ പ്രസംഗിക്കണമെന്നുള്ളത് ചിലപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗമായിരിക്കും, ഒരു വാക്യം. The Holy Spirit leading me to preach that one verse itself. ഹല്ലേലൂയ. അതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു വാക്യം എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. Esther chapter 4 verse 14. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള ഒരു കാലത്തിലേക്കല്ലയോ നീ രാജസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്, ആർക്കറിയാം? Who would have known that you came for such a time as this? ഈ എസ്തേറിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ 2ാമത് ഒരു സ്ത്രീയുടെ പേരിലുള്ള പുസ്തകമാണ്. The specialty of this book is that it's named after a woman. ബാക്കി എല്ലാ പുസ്തകങ്ങളും പുരുഷന്മാരെല്ലാം കൂടെ പിടിച്ചടക്കി. The rest of the books the men took hold. 2 പുസ്തകങ്ങളാണ് സ്ത്രീയുടെ പേരിലുള്ള Only പുസ്തകം. 2 books are from the woman. അതുകൊണ്ട് സ്ത്രീകൾ അത് നന്നായിട്ട് വായിക്കണം. So women have to read that carefully. ഹല്ലേലൂയ. അത് നിങ്ങളുടെ പുസ്തകമാണ്. It's your book. ആ, ഈ എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? സൺഡേ സ്കൂൾ സ്റ്റുഡൻസ്, എന്താണ് എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ വേറൊരു പ്രത്യേകത? What is another specialty of the book of Esther? സോറി, ഇന്ത്യ എന്ന് പറയുന്നത് ഈ പുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയ. ഇന്ത്യയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ദൈവം എന്നുള്ള വാക്ക് ഇല്ലാത്തൊരു പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകം. This book is a book without the name of God in it. പക്ഷെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് ഇവിടെ എല്ലാ അധ്യായത്തിലും കാണാനായിട്ട് കഴിയും. But we can see God's signature in all of these chapters. ഹല്ലേലൂയ. അത്രയ്ക്ക് ക്ലെവറായിട്ട് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. Such a clever written book. ഇത് മൊർദെഖായി ആയിരിക്കാം എഴുതിയതെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. The scholars say that Mordecai might have wrote it, അല്ലെങ്കിൽ എസ്ര ആയിരിക്കാം, or Ezra might have wrote it. പക്ഷേ മൊർദെഖായി ആയിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാര്യം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വായിച്ചു നോക്കിയാൽ മൊർദെഖായി ആയിരിക്കും എഴുതിയെന്ന് ഈ പുസ്തകം വിശ്വസിക്കുന്നു. അത് നമ്മുടെ ഒരു വിഷയമല്ലല്ലോ. But I think Mordecai wrote it, and that's not relevant to this. നമ്മൾ വായിച്ച ആ ഭാഗത്തിലെ എസ്തേറിൻ്റെ ഒരു ചരിത്രമാണ് ഈ കാണുന്നത്. What we read in this part is a history of Esther. ഈ എസ്തേർ ഒരു അനാഥ കൊച്ചായിരുന്നു. Esther was an orphan. എസ്തേറിൻ്റെ അപ്പനും അമ്മയും മരിച്ചുപോയി, അങ്കിള് തന്നെ എടുത്തു വളർത്തി. Esther's parents died, and her uncle raised her up. അങ്ങനെ വളർത്തി ഇങ്ങനെ കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ രാജകൊട്ടാരത്തിൽ ഒരു വേക്കൻസി ഉണ്ടായി. And when she grew up, there's a vacancy in the palace. കാര്യം അവിടുത്തെ രാജ്ഞി, Because the queen there, അവിടെ ഈ രാജാവ്, ഇവിടുത്തെ രാജാവിൻ്റെ പ്രത്യേകത മഹാകുടിയനായ ഒരു മനുഷ്യനായിരുന്നു. the king was a drunkard here. ഈ പുള്ളി ഇങ്ങനെ കുടിച്ച് മത്തില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. He used to say things without knowledge. അങ്ങനെ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, വസ്തി രാജ്ഞിയോട് പറഞ്ഞു, നീ ഈ മദ്യപാനമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാജാവ് വിളിച്ചു പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാൻ, നീ ഇവിടെ രാജസദസ്സിൽ വരണം. So in a day like that, the king told that to the queen to come in the presence. അപ്പം രാജ്ഞി പറഞ്ഞു, എനിക്ക് മനസ്സില്ല. But the queen said she doesn't want to. പക്ഷെ അതിനകത്ത് ആ രാജ്ഞി അവിടുന്ന് മാറ്റപ്പെട്ടു. And the queen was removed from her place. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലൊക്കെ പഠിക്കേണ്ട ഒരു പാഠം അതിനകത്തുണ്ട്. There's a lesson that we have to learn from that. ഒരു പക്ഷേ വസ്തി രാജ്ഞി ചെയ്തത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, അതൊന്നും അല്ല ഇവിടെ വിഷയം. അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുക. That we have to surrender ourselves to authority. അപ്പോൾ അവിടെ രാജാവിൻ്റെ ദേഷ്യമൊക്കെ ഇങ്ങനെ തൻ്റെ കോപമൊക്കെ തനിക്ക് ഉണ്ടായെങ്കിലും, Though the king's wrath was kindled, അവിടെ കഴിയുന്ന രാജാവിൻ്റെ കോപമൊക്കെ ക്ഷമിച്ചു. അടുത്ത അധ്യായത്തിൽ നോക്കുമ്പോൾ കോപമൊക്കെ തണുത്ത് കഴിഞ്ഞപ്പോൾ രാജ്ഞിയെക്കുറിച്ച് താൻ വിലപിച്ചു, ദുഃഖിച്ചു എന്നൊക്കെ നമുക്ക് ഈ വേദഭാഗത്തിൽ കാണാൻ കഴിയും. then we see that after his wrath was cooled, that he began to lament about the queen. പക്ഷെ അവിടെ ഉള്ള അവിടുത്തെ പ്രഭുക്കന്മാരെല്ലാം പറഞ്ഞു, പക്ഷെ ഒരു കാര്യമുണ്ട് രാജാവേ, രാജാവിനോടല്ല ഇത് കാണിച്ചിരിക്കുന്നത്, രാജാവിൻ്റെ സിംഹാസനത്തിനോടാണ് ഈ വസ്തി രാജ്ഞി ഈ അപമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ രാജ്ഞിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയേ പറ്റത്തുള്ളൂ. So the nobles there told the king that the queen showed a disgrace to the throne, so we had to remove her. ആ സ്ഥാനത്താണ് അവിടെ എസ്തർ രാജ്ഞിയെ കൊണ്ടുവരുന്നത്. And in that place Queen Esther came.
ഈ എസ്തേർ എന്ന് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അനാഥ പെൺകുട്ടിയായിരുന്നു. തൻ്റെ അങ്കിളിനാൽ അവരുടെ കുടുംബത്തിൽ വളർത്തപ്പെട്ട ഒരു പെങ്കൊച്ച്. Esther was an orphan raised by her uncle. പക്ഷെ ഒരു കാര്യം അവിടെ കാണുന്നുണ്ട്, അവളെ കണ്ടപ്പോൾ അവൾക്ക് ദൈവത്തിൻ്റെ ഒരു ഫേവർ വെളിപ്പെട്ടു. But we understand that a favor was revealed upon Esther's life. ഞാൻ എൻ്റെ ഭാവനയെ പറയുകയാണ്, ആ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന വളരെ സൗന്ദര്യമുള്ള ഒരുപാട് പെങ്കൊച്ചുങ്ങളുണ്ടായിരുന്നു. I'm saying in my imagination that there might have been a lot of young beautiful women there. ഈ സഫോറയിലൊക്കെ ഒരുപാട് പൈസ മുടക്കി സാധനങ്ങളൊക്കെ മേടിച്ച് പൊട്ടിയൊക്കെ ഇട്ട് കൊണ്ടുവന്ന ഒരുപാട് പേരുള്ളപ്പോൾ All these people wearing. ഞാൻ ഈ റീസെൻ്റ്ലി പഠിച്ച വേർഡാണ് ഇതൊക്കെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരുടെ നടുവിൽ ഒരു കൊച്ചു വരികയാണ്. So suddenly a young woman comes in between them. വലുതായിട്ടുള്ള നമ്മുടെ ഭാഷയെ പറഞ്ഞ് ഞങ്ങളുടെയൊക്കെ ഭാഷയിൽ ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ തേച്ച് ഇങ്ങനെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വീട്ടിൽ നിന്നൊരു കൊച്ചു വരിക. Just coming with adjustments. പക്ഷേ അവളോട് ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടായിരുന്നു. But God's favor was upon her. ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടായിരുന്നപ്പോൾ രാജാവിന് അവളോട് ഫേവർ തോന്നി. When God's favor was upon her, the king also had favor on her. ഹല്ലേലൂയ. ഞാനിവിടെ ഒരു കാര്യം പറയട്ടെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്ത് ഡ്രസ്സ് ചെയ്താലും ഞാൻ അതിനൊന്നും എതിരല്ല. I'm saying to the children, I don't mind what you dress up. പക്ഷെ നിങ്ങളെ മാനിക്കുന്നത്, ദൈവം നിങ്ങളെ മാനിച്ചാൽ നിങ്ങൾ മാനിക്കപ്പെട്ടിരിക്കും. But when God honors you, you will be honored. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടത് ദൈവത്തിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു ഫേവറാണ്. What you need in your life is a favor from God. അത് നിങ്ങൾക്ക് എന്ത് പൈസ കൊടുത്ത് മുടക്കിയാലും നിങ്ങൾക്ക് മേടിക്കുവാനായിട്ട് കഴിയത്തില്ല. That it doesn't matter that how much you spend, you will not be able to earn. അതെന്താ അവരുടെ ജീവിതത്തിൽ ആ ഫേവർ ഉണ്ടായെന്നുള്ള കാര്യം പിന്നെ നമുക്ക് ഈ ഭാഗം വായിച്ചു നോക്കുമ്പോഴറിയാം. ഇവിടെ മോർദെഖായിയുടെ കൽപ്പനകളെല്ലാം ഇവൾ അനുസരിച്ചു എന്ന് അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. We have to understand that why the favor came upon her life is because she obeyed all the commands of Mordecai. ഞാൻ സ്ഥിരമായിട്ട് പറയുന്നതുപോലെ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ അനുസരിച്ചാൽ, നിങ്ങൾ എത്ര ബുദ്ധിയില്ലാത്തവരാണെങ്കിലും ദൈവം നിങ്ങളെ മാനിക്കും. When you obey your parents, no matter how foolish you are, God will honor you. നിങ്ങളുടെ ഓണറബിൾ പേരൻസിനെ ഓണർ ചെയ്യണമെന്നല്ല തിരുവചനം പറഞ്ഞിരിക്കുന്നത്, ഓണർ യുവർ പേരൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. It doesn't matter if your parents are not honorable, but honor the parents. നിങ്ങളുടെ പേരൻസ് ഏത് ജോലി ചെയ്താലും അവരെ റെസ്പെക്ട് ചെയ്യുക. Whatever job your parents does, you have to respect them. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മാനിക്കപ്പെടുവാനായിട്ടിടയായി. And you will be honored there. ഇവളുടെ ജീവിതത്തിൽ വേറെ ഒന്നും പറയുവാനായിട്ടില്ലായിരുന്നു. അവളുടെ ജീവിതത്തിൽ അവൾ ശൂന്യതയായിരുന്നു. അവൾക്കൊരു മാതാവും പിതാവും ഇല്ല. അവൾ ഓഫനായിട്ട് തൻ്റെ അങ്കിളിൻ്റെ ഭവനത്തിൽ വസിച്ചു. പക്ഷെ അവളോട് ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടായിരുന്നു. There was nothing else to tell about her. She was an orphan and she was empty, living in an uncle's house. But God's favor was upon her. തലമുറകളെ, ദൈവത്തിൻ്റെ ഫേവറാണ് ഇമ്പോർട്ടന്റ്. God's favor is important. നിങ്ങളുടെ കൂട്ടുകാരികൾ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതല്ല വിഷയം. It doesn't matter what your friends tell about you. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതല്ല വിഷയം. It doesn't matter what others' opinion. നിങ്ങൾക്ക് ദൈവത്തിന്റെ ഫേവർ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് You ചോദിക്കണം. have to ask yourself if God's favor is upon you. ആ ഫേവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ മാനിക്കപ്പെടും. If that favor is there, you will be blessed. അങ്ങനെ ഈ ഫേവറൊക്കെ കിട്ടി രാജകൊട്ടാരത്തിൽ വന്നു. രാജകൊട്ടാരത്തിൽ വന്നപ്പോൾ അവിടെ രാജ്ഞിയുടെ സ്ഥാനത്തിന് വേണ്ടിയിട്ട് വേറൊരു സ്ത്രീയെ അപ്പോയിന്റ് ചെയ്യാനായിട്ടുള്ള ആ കോമ്പറ്റീഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ മേൽ ദൈവിക ഫേവർ ഉണ്ടായതുകൊണ്ട് അവൾ തിരഞ്ഞെടുക്കപ്പെട്ടു. So with God's favor upon her, in that when she came with that competition, she was able to be selected. അപ്പോഴാണ് യഹൂദന്മാർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുക. യഹൂദന്മാരെ മുഴുവൻ കൊന്നെടുക്കുവാനായിട്ട് ഹാമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി രാജാവിൻ്റെ സൈഡിൽ നിന്ന്, രാജാവിൻ്റെ കയ്യിൽ നിന്ന് മുദ്രപത്രവും മേടിച്ച് നടക്കുകയാണ് പുള്ളി. That was the time when the Jews were facing a lot of problems, and Haman was coming with all the authority from the king to annihilate the people. മദ്യപാനിയായ രാജാവ് മുദ്രമോതിരമൊക്കെ അങ്ങ് ഊരിക്കൊടുത്തു. ഇനി കൂടെ എന്നെ സൈൻ ചെയ്യാൻ വിളിക്കണ്ട, നീ തന്നെ എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചങ്ങ് എടുത്തു. And this drunkard king gave all authority and permission to him. അപ്പോൾ ഈ ഹാമാനെ ഈ ദൈവജനത്തിന് എതിരായിട്ടുള്ള പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഒരുക്കി അതൊക്കെ സൈൻ ചെയ്ത് ഒരു ഡേറ്റൊക്കെ താൻ എന്താ പൂരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നറുക്കിട്ട് ഒരു ഡേറ്റ് എടുത്തു. ആ ഡേറ്റാണ് 13 എന്ന് പറയുന്ന ഒരു ദിവസം യഹൂദന്മാരെ മുഴുവൻ കൊല്ലണം. So Haman cast lots and chose the date 13th to annihilate all the Jews. അപ്പോൾ ഇന്ന് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിൽ ഹാമാൻ അവിടെ നിൽക്കുന്നു. അപ്പോൾ മോർദെഖായിയുടെ ഹൃദയം വല്ലാതെ തകർന്നു. And there Mordecai's heart was broken when he with his plans. താൻ വെട്ടിലും വെണ്ണീരിലും ഇരിക്കുവാനായിട്ടിടയായി. He began to sit in sackcloth and ashes.
അങ്ങനെ താൻ മകളെ കാണാനായിട്ട് വരുക. എന്തിനു വേണ്ടിയിട്ട്? പറയാൻ വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? So Mordecai is coming to Esther to tell her. യഹൂദന്മാരുടെ ഈ പ്രശ്നങ്ങൾ മകളുടെ അടുത്ത് അവതരിപ്പിക്കാനായിട്ട് താൻ വരുന്നു. He is coming to present all the problems of the Jews. ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഭാവനയിൽ ചിന്തിക്കുകയായിരുന്നു, ഈ സഹോദരിയോട് പറഞ്ഞപ്പോൾ, ഈ മോളോട് പറഞ്ഞപ്പോൾ എന്തായിരിക്കും പറയുന്നത്? I'm just telling in my imagination, what would he have told her? പറയായിരിക്കും, എനിക്കിപ്പം ജോലി കിട്ടിയതേ ഉള്ളൂ, ഇപ്പം ജോലി കയറിയിട്ട് എൻ്റെ പ്രൊബേഷൻ വരെ പോലും കഴിഞ്ഞിട്ടില്ല, ഈ സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. They might have told that I can't do anything, I just got the job, and other excuses. അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴാണ് മൊർദെഖായിയുടെ ഒരു ഡയലോഗ് ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നത്? ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ. That is when Mordecai says, if you're silent at this time. Praise the Lord. ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ. If you're silent in this time. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ഒരു കാര്യമാണ്, ദൈവസഭയെ ഫെയ്ത്ത് സിറ്റി ചർച്ച് ചുമ്മാതെ വരുന്ന ഒരു ഗ്യാതറിംഗ് അല്ല. The Holy Spirit spoke to me that the Faith City Church is not just a gathering. ഇവിടെ കേട്ട സാക്ഷ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഹല്ലേലൂയ അത് നിങ്ങൾക്ക് മനസ്സിലാകും. When you hear the testimonies, you will understand that. ഹല്ലേലൂയ. ചുമ്മാതെ ഞായറാഴ്ചയല്ലേ ഒന്ന് ആരാധിക്കാമെന്ന് വേണ്ടിയിട്ട് വരുന്നവരുടെ ഒരു കൂട്ടമല്ലിത്. We are not people that simply coming to worship here. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുകയാണ്, can you handle it? The Holy Spirit is asking us. അതോ ഞാൻ മറ്റൊരുത്തനെ അന്വേഷിക്കണോ? Can we handle it, or should I search for another man? ഇവിടെ പറയുകയാണ്, നീ ഇപ്പോൾ മിണ്ടാതിരുന്നാൽ യഹൂദന് മറ്റൊരിടത്തു നിന്ന് രക്ഷയുണ്ടാകും, നീയും നിന്റെ പ്രതിഭവനവും നശിച്ചു പോകും. Here it says, if you remain silent at this time, another deliverance will come from somewhere. ഈ കാലത്തേക്കല്ലയോ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്? For you were brought up for this time. ആർക്കറിയാം? Who knows? ഡിസംബർ 31 നമ്മളൊക്കെ സാക്ഷ്യം പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, വരാൻ ഒരു ചാൻസും ഇല്ലായിരുന്നു, 0 പോസിബിലിറ്റീസ് ആയിരുന്നു. പക്ഷേ ഹല്ലേലൂയ, ദൈവം കൊണ്ടുവന്നു. On December 31st, we all stood up and said we had no possibility to come here, but God brought us. നിങ്ങളിപ്പോൾ വിചാരിക്കുമായിരിക്കും അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു, ഈ പുള്ളിക്കാരൻ അതിനകത്ത് തന്നെ കയറി പിടിച്ചല്ലോ എന്ന്. You maybe think I shouldn't have told that. പ്രൈസ് ലോർഡ്. അതല്ലേ സത്യം. That is the truth. അവിടെ മൊർദെഖായി പറയേ, ഈ സമയത്തിന് വേണ്ടിയിട്ടായിരിക്കും നിന്നെ രാജകൊട്ടാരത്തിൽ ദൈവം കൊണ്ടാക്കിയത്. Here Mordecai is telling you came to the palace for this time. അല്ല, നമ്മുടെ ജീവിതത്തിൽ ഒന്നും ആക്സിഡന്റ് ആയിട്ട് നടക്കുന്നില്ല. Nothing happens accidentally in our നിങ്ങളൊരു lives. ദൈവ പൈതലാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ ദൈവത്തിന്റെ സ്പെസിഫിക് പ്ലാനിലും പർപ്പസിലുമേ നടക്കത്തുള്ളൂ. If you are a child of God, everything that happens in your life is with the specific plan of God. നീ എവിടെ ആയിരിക്കണമെന്നുള്ളത് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. God has a plan where you have to be. നീ എന്ത് കേൾക്കണമെന്നുള്ളതിനകത്ത് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. God has a plan on what you have to listen. നമ്മൾ കേൾക്കുന്ന മെസ്സേജസ് ഒക്കെ ദൈവത്തിന്റെ പ്രീ പ്ലാൻഡ് ആയിട്ട് നാം കേൾക്കുന്ന മെസ്സേജസ്. All the messages we are hearing are from the plan of God. ഹല്ലേലൂയ. ഇവിടെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കേട്ടപ്പോൾ, When hearing the challenging message, ഈ എസ്തേറിന്റെ പ്രതികരണം എന്തുവാന്നുള്ളതാണ് നമുക്കിന്ന് ചിന്തിക്കേണ്ടത്. let us think on what Esther's reaction was. അപ്പം നമ്മളെ ചലഞ്ച് ചെയ്യുന്ന മെസ്സേജ് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പ്രതികരിക്കേണ്ടത്? എങ്ങനെയാണ് എസ്തേറിന്റെ പ്രതികരണം? So how do we react to challenging messages like this? ഹല്ലേലൂയ. അതിൻ്റെ 15-ാമത്തെ വാക്യം. Praise God. Hallelujah. ഒരു ദൈവ പൈതലിൻ്റെ പ്രതികരണം എന്തായിരിക്കും? വിഷയങ്ങളുടെ മുമ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. നീ ദൈവസന്നിധിയിൽ എന്തെങ്കിലുമൊക്കെ സമർപ്പിച്ചാൽ നിന്റെ ജീവിതത്തിൽ വിഷയങ്ങൾ ഉയരും. എന്താണ് നിന്റെ പ്രതികരണം? So what is your reaction in a child of God's life when all the problems arise in our life? Hallelujah. എസ്തേർ അവിടെ തലേ കൈവച്ചൊന്നും എഴുതുന്നില്ല. എസ്തേർ പറഞ്ഞു, ഞാൻ പഠിച്ച ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? മുട്ടുമടക്കിയാൽ നിയമങ്ങളെ മാറ്റുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Esther said she believes that when she bends her knees, God will answer.
ഹല്ലേലൂയ. അവൾ പറയുകയാണ്, ഈ രാജാവിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഈ രാജാവിൻ്റെ ദേഷ്യത്തിലാണ് പഴയ രാജ്ഞിയുടെ ജോലി തെറിച്ചത്. ഇവിടെ ഈ രാജ്യത്തിനൊരു വ്യവസ്ഥയുണ്ട്. അവൻ്റെ മുമ്പിൽ അങ്ങനെ ഇങ്ങനെയൊന്നും പോയി കയറാൻ പറ്റത്തില്ല. 30 ദിവസം ഇനിയും എനിക്ക് അവൻ്റെ സന്നിധിയിൽ പോകാൻ പറ്റത്തില്ല. പക്ഷേ എനിക്കൊരു കാര്യം പറയാനായിട്ട് പറ്റും. യഹൂദ, നീ മുട്ടുമടക്കിയാൽ ഞാനും മുട്ടുമടക്കും. അവിടെ വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാനായിട്ട് ഇടയാകും. She knows that you cannot enter the king's place simply, but when we spend our time in God's presence, it will happen. ഹല്ലേലൂയ. നമ്മുടെ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ മുട്ടുമടക്കത്തില്ലേ? We bow our knees when our problems come. നമ്മുടെ പ്രാർത്ഥനയുടെ സമയം കൂടത്തില്ലേ? When our time of prayer increase. നമ്മുടെ ജോലിയിൽ ഒരു വിഷയം വന്നാൽ നമ്മൾ മുട്ടുമടക്കത്തില്ലേ? When a problem comes in a job, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു വിഷയം വന്നാൽ നമ്മൾ when a മുട്ടുമടക്കത്തില്ലേ? problem comes in children's life, don't we pray? നമ്മുടെ പ്രോബ്ലംസ് വരുമ്പോൾ, നമ്മളെ തട്ടുന്ന വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മുട്ടുമടക്കും. When problems come in our lives, we pray. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു എസ്തേറിൻ്റെയും അകത്ത ചിന്ത ആദ്യം അങ്ങനെ ആയിരിക്കും. ഞാൻ രാജകൊട്ടാരത്തിലാണല്ലോ, എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഇവിടെ Maybe Esther's first thought that maybe nothing will happen as I am in the palace. അപ്പോഴാണ് മൊർദെഖായി പറഞ്ഞത്, ഈ വിഷയം നിന്റെയും എൻ്റെയും വിഷയമാണ്. That is when Mordecai told, this problem is of both of us. നമ്മുടെ ഇന്ന് ഏറ്റവും വലിയൊരു പരാജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റീസ് ആർക്കും എടുക്കാൻ താല്പര്യമില്ല. Our problem is we are not taking that responsibility. പ്രൈസ് ഗോഡ്. എൻ്റെ വിഷയം നിങ്ങൾ പ്രാർത്ഥിച്ചോ, അതിന് വിടുതലായിക്കോളാം. അല്ലാതെ ഈ സഭയുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ആരെടുക്കാനാ? We think that our problem should be given to others and we don't. ഇറ്റ്സ് എ ബേർഡൻ. It's a burden for us. ഈ ആത്മാക്കളെ കുറിച്ചുള്ള ബേർഡൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബേർഡൻ. ഇത് ഈ പറയുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ അത്ര സുഖമായിട്ട് തോന്നുമെങ്കിലും ഈ ഭാരം അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. The burden for souls is not an easy thing. പ്രൈസ് ഗോഡ്. ഈ ദേശത്തെക്കുറിച്ചുള്ള ഭാരം എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. The burden for this land is not a comfortable one. ഹല്ലേലൂയ. ഇവിടെ പറയാണ്, ഈ ബേർഡൻ എടുക്കുവാൻ നീ റെഡിയാണോ എന്ന് ചോദിച്ചപ്പോൾ എസ്തേർ പറഞ്ഞു, ഒരു കാര്യം പറ, ഇനിയും ഈ വിഷയം എൻ്റെയും കൂടെ വിഷയമാണ്. Now Esther replies that this is also my problem. ഹല്ലേലൂയ. യഹൂദന്റെ മാത്രം വിഷയമല്ല, ഇത് എൻ്റെയും കൂടെ വിഷയമാണ്. It's not only the issue of the Jews but also my issue. ഫെയ്ത്ത് സിറ്റി ചർച്ച ഞാൻ ചോദിക്കട്ടെ, ഈ ദേശത്തിന്റെ വിഷയം നമ്മുടെ വിഷയമായോ? Church, let me ask you, is this problem in this land our problem? അനേകർ കർത്താവിനെ അറിയണമെന്നുള്ളത് നമ്മുടെ വിഷയമായോ? Is it our issue that others should know the Lord? ആ സിസ്റ്റർ ഇന്ന് പറഞ്ഞൊരു സാക്ഷ്യമുണ്ടല്ലോ. Just like the sister told in the testimony. ആവറേജ് ഈ ചർച്ചിന്റെ ഒരു ഏജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 46-47 ആയിരിക്കും. Average age of the church might be 46 or 47. കാര്യം നമ്മുടെ എല്ലാവരും കൂടെ ഏജ് കൂട്ടി നോക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിൽക്കും. This might be the average in our church. പ്രൈസ് ഗോഡ്. ഇനിയും നമ്മൾ 80 വർഷക്കാലം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു 35 ഇയേഴ്സും കൂടെ ഉണ്ട്. If you plan for another 80 years, it will be 35 years. അത് കഴിഞ്ഞ് നിങ്ങൾ ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എന്നാലും നമ്മുടെ ഒരു ആരോഗ്യവും ബലവും ഒക്കെ ഉള്ള സമയം എന്ന് പറഞ്ഞാൽ 35 ഇയേഴ്സ്. This is an age when we are healthy. 35 ഇയേഴ്സ് നിങ്ങൾക്ക് എന്തോ ചെയ്യണം? What do you want to do in the age of 30? അത് കഴിഞ്ഞാൽ മേളിലോട്ട് ചെല്ലുമ്പോൾ And when you go there, ഈ 35 ഇയേഴ്സിൽ എന്തോ നേടിയെന്ന് ചോദിക്കുമ്പോൾ, when God asks you what you did in this 35 years, ഹല്ലേലൂയ, ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. I would like to complete that. കാര്യം നമ്മൾക്ക് കുറേ സർട്ടിഫിക്കേഷൻ, നമുക്ക് കുറേ പ്രൊമോഷൻ, കുറേ വാഹനം, ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ഈ അടുത്ത 35 ഇയേഴ്സ് നമ്മൾ നേടാനായിട്ട് നോക്കിയിരിക്കുന്നത്. Are we looking for certification and accomplishments for the next 35 years in our lives? ഈ 35 ഇയേഴ്സിനകത്ത് നിന്റെ ലക്ഷ്യം എന്താണ്? What is the aim of your life in the next 35 years? ഈ 35 ഇയേഴ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. What do we want to do in this 35 years? അന്ന് ദൈവത്തിന് വേണ്ടിയിട്ട് വല്ലതും ആകണമോ, അല്ലെങ്കിൽ ഈ ഭാരത്തിൻ്റെ അല്പമെങ്കിലും ഞാനൊന്ന് ഷോൾഡർ കൊടുക്കണമെന്നുള്ള ആളാണോ, അതോ ഇതൊന്നും എൻ്റെ വിഷയമല്ല എന്നുള്ളതാണോ? Do we want to shoulder that burden or just discard it? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവസഭയായിട്ട് ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് ഇതിന് ഷോൾഡർ കൊടുക്കാൻ വേണ്ടിയിട്ട്. God has placed us as a church here to shoulder the burden. ഹല്ലേലൂയ. അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടിയിട്ട് ദൈവിക ഫേവർ വെളിപ്പെടും. For a people that were fasting and praying, God's favor was revealed. ഹല്ലേലൂയ. ഇവിടെ മദ്യപാനിയായിരുന്ന ദൈവത്തെ അറിഞ്ഞുകൂടാത്ത രാജാവിന് എസ്തേറിനോട് ഫേവർ തോന്നിയെങ്കിൽ,
If a drunkard and a person, a king who didn't know God, had favor for Esther, തങ്ങളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവജനമെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേശത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ ഫേവർ തോന്നത്തില്ലേ? how much more will the favor of God be released? ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഉപവാസവും ഒക്കെ ഈ ദേശത്തിനകത്തൊരു ചലനം നടക്കണമെന്നുള്ളതാണ്. Let our prayers and fasting bring about a change in this land. ഹല്ലേലൂയ. ഒരു ദൈവദാസൻ താനിങ്ങനെ പറയുവാനായിട്ടിടെ തൻ്റെ ഒരു കുഞ്ഞിന് സുഖമില്ല. A minister of God said that his child was not well. അപ്പോൾ കഴിഞ്ഞ ദിവസം സ്നേഹം എന്നോട് ആ കാര്യം പറഞ്ഞു. ആ ദൈവദാസൻ ഒരിക്കൽ തൻ്റെ ടെസ്റ്റിമണി പറഞ്ഞപ്പോൾ താനിങ്ങനെ ഒരുപാട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. That minister used to pray and fast a lot. അപ്പം താൻ ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഉപവസിക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ വിടുതലിന് വേണ്ടിയിട്ടല്ല. He once told that I'm not fasting for the deliverance for my child. പകരം ഇവിടെ ഇരിക്കുന്ന യൗവനക്കാർ ഒക്കെ സ്നാനപ്പെടണമെന്നും അവരാത്മനിറവ് പ്രാപിക്കണമെന്നും ഉള്ളതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരമെന്ന് ആ ദൈവദാസൻ പറഞ്ഞു. അത് സ്നേഹ പറഞ്ഞു. ഹല്ലേലൂയ. ആ സമയത്ത് അവരുടെ ദൈവസഭയിൽ ഇരുന്ന ഒരു ദൈവദാസനാണ്. ഹല്ലേലൂയ. ആ തലമുറയിലുള്ളവരൊക്കെ ദൈവത്താൽ പ്രയോജനപ്പെടുവാനായിട്ട് ഇടയായി. His burden was for the youth and they were all, and God was able to do that. എത്ര പേര് ഉപവസിക്കും ഈ തലമുറയ്ക്ക് വേണ്ടിയിട്ട്? How many of us will fast for this generation? എത്ര പേര് ഉപവസിക്കും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ നാളുകളിൽ കൃപയും ബലവും ഉള്ളവരായിട്ട് ഈ തലമുറകളിൽ വ്യത്യസ്തരായിട്ട് നിലകൊള്ളണമെന്ന് എത്ര പേര് ഉപവസിക്കും? How many of us will fast that our children will be seen separate? നമ്മളൊക്കെ ചിലപ്പോൾ ഉപവസിക്കുമായിരിക്കും അവർക്കൊരു മെഡിസിൻ്റെ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപവസിക്കുമായിരിക്കും. We may fast that they may get a seat in medicine. അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് That they may get an admission in the best university. തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എത്ര പേര് ഉപവസിക്കും ഈ ദൈവത്തിൻ്റെ വിഷയം എൻ്റെ വിഷയമാണെന്ന് ഏറ്റെടുക്കുവാൻ എത്ര പേർ റെഡിയാകും? How many of us will fast that the problem of God? അപ്പോൾ നിന്റെ വിഷയം ദൈവം ഏറ്റെടുക്കും. So God will take over your issues. ഹല്ലേലൂയ. കാര്യം അവൻ്റെ മുമ്പിൽ അവൻ്റെ ജോലിക്കാരും അവൻ ആർക്കും കടക്കാരനല്ല. Because God is not debtor to any of his slaves. ഹല്ലേലൂയ. നീ ദൈവത്തെ സ്നേഹിച്ചെന്ന് ചൊല്ലി നിന്റെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ സ്നേഹം കിട്ടാതെ പോകത്തില്ല. അവർ സ്നേഹം മറ്റുള്ളവരെക്കാൾ കൂടുതൽ അവർ സ്നേഹം അറിയുവാനായിട്ട് Because ഇടയാകും. you love God, God will show that favor upon their lives as well. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ നിനക്കധികം സമയം ചെലവഴിക്കുവാനായിട്ട് കഴിയത്തില്ലായിരിക്കാം. കാര്യം നിനക്ക് വേറെ ചിന്തകളും അല്ലെങ്കിൽ വേറെ ഭാരങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. അത് ദൈവം ടേക്ക് കെയർ ചെയ്യും. You may be able to spend time with your family, but കാര്യം God എൻ്റെ will take ദൈവം care. ആർക്കും കടക്കാരനല്ല. Because God is not indebted to anyone. ഹല്ലേലൂയ. ഇവിടെ രാജാവിന്റെ ഫേവർ എസ്തേറിന് വേണ്ടിയിട്ട് വെളിപ്പെട്ടു. Here the king's favor was released upon her. ഹല്ലേലൂയ. അവന്റെ ചെങ്കോൽ അവൾക്ക് നേരെ നീട്ടുവാനായിട്ടിടയായി. And the scepter was pointed toward her. ദൈവസഭയെ ഈ നാളുകളിൽ കർത്താവിന്റെ ഫേവർ നമുക്ക് വേണ്ടിയിട്ട് വെളിപ്പെട്ടെങ്കിലേ കഴിയത്തുള്ളൂ. God's favor has to be revealed. ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ വേയിലുള്ള പ്രവൃത്തികൾ നമുക്ക് വേണ്ടിയിട്ട് വെളിപ്പെട്ടെങ്കിലേ കഴിയത്തുള്ളൂ. God's supernatural works has to be revealed in our lives. അതിന്റെ 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. Praise God. Hallelujah. ഇവിടെ രാജ്ഞിയൊന്നും പറഞ്ഞില്ല, പക്ഷേ രാജാവിന്റെ ഉറക്കത്തെ ദൈവം കളഞ്ഞു. Here the queen didn't tell anything, but God removed his sleep. ചിലതിൻ്റെയൊക്കെ ഉറക്കം തമ്പുരാൻ കളയുന്നത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി, നമുക്കൊരു വഴി ദൈവം അവിടെ തുറക്കുക. When God removes that sleep, it's for our opportunities. ഹല്ലേലൂയ. ദൈവസഭ ഈ ദിവസങ്ങളിൽ നമ്മളൊരു ഓപ്പർച്യൂണിറ്റീസിനെ നോക്കുന്നവരായിട്ട് തീരട്ടെ. May all of us look for the opportunities. ഞാൻ കഴിഞ്ഞ ദിവസം ദേവദാസനോട് സംസാരിച്ചപ്പോൾ ആ ദേവദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി പൈസയല്ല. ഓപ്പർച്യൂണിറ്റി ഈസ് സംതിങ് ഡിഫറെൻറ്റ്. Opportunity is not of cash. I told him about that. Praise God. Hallelujah. എവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടാലും നമ്മൾ ഗ്രാബ് ചെയ്യുക. That we have to grab any opportunity available. കാര്യം ദൈവം എവിടെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. Because we don't know where God will work. ഇറ്റ്സ് ലോട്ട് ഓഫ് എഫേർട്ട്. It has a lot of effort. ഒന്നും എളുപ്പമല്ല. It's not an easy thing. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഓൾഡ് ഏജ് ഹോമിൽ ഒരു പ്രോഗ്രാം നടത്തി. സഹോദരിമാർക്ക് അത് ചോദിക്കുവാനായിട്ട് തോന്നിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. I thank God that the sisters were able to arrange that program. ഇറ്റ്സ് നോട്ട് ഈസി. ഹല്ലേലൂയ. വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ചോദിക്കുന്നത് ചെറിയ കാര്യമല്ല. It's not an easy thing to ask for opportunity where you work. അതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തവരുടെ എഫേർട്ട് എത്ര ആഴ്ചകളായിരുന്നു ഈ കുഞ്ഞുങ്ങൾ പ്രാക്ടീസ് ചെയ്തത്. And for many weeks these kids were taking effort to practice. അവരെ പ്രാക്ടീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നിന്ന സഹോദരന്മാരുടെ എഫേർട്ട് എല്ലാത്തിനും ദൈവം പ്രതിഫലം തരും. And God will reward all those efforts which they took. കാര്യം ഇതൊന്നും വെറുതെ ആയിട്ട് പോകത്തില്ല. Because none of this will go in vain. നിന്റെ പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കാതെ പോകത്തില്ല. Because your prayers will not go unanswered. അതിനൊക്കെ തക്ക സമയത്ത് ദൈവം മറുപടി നൽകും. God will answer that in His correct time. ഹല്ലേലൂയ. അവിടെ രാജാവിൻ്റെ ഉറക്കം കളഞ്ഞു. ദിനവൃത്താന്ത പുസ്തകം എടുത്ത് വായിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ അവിടെ
കാര്യങ്ങൾക്കൊരു തിരിച്ചുവരവായി മാറി. Here when the king's sleep was lost and when he was reading the book, there was a change in the events. പക്ഷെ നിന്റെ ഈ വിഷയങ്ങളുടെ നടുവിൽ നിന്റെ റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. It will depend but upon what your response will be in the midst of troubles. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ 55-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, ഒരു വിഷയത്തിൻ്റെ നടുവിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ശത്രുവിൻ്റെ ആരവനിവൃത്തം വിഷയങ്ങളുടെ നടുവിൽ ഞാൻ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ റെസ്പോൺസ് എന്താണെന്നുള്ളത് അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക. പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. A normal person in that problem might have said that if I had wings like dove, I would fly away and rest. നമുക്കെല്ലാം ഈ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനകത്ത് നിന്ന് എങ്ങനെയെങ്കിലും അങ്ങ് എസ്കേപ്പ് ആവാനുള്ളൊരു ശ്രമമാണ്. When problems come in our lives, we are looking for an escape. അവിടെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഈ വിഷയങ്ങളുടെ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ എല്ലാവരും വിചാരിക്കും, നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടില്ലയോ, ഈ വാക്യം വളരെ പരിചയമുള്ളൊരു വാക്യമല്ലേ, പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്ന എവിടെയെങ്കിലുമൊക്കെ പറന്ന് രക്ഷപ്പെട്ട് എസ്കേപ്പ് ആവാമായിരുന്നു വിഷയങ്ങളിൽ നിന്ന്. പക്ഷെ പ്രശ്നങ്ങൾ നമ്മളെ വിടത്തില്ല. പ്രശ്നങ്ങൾ നമ്മുടെ പുറകെ വരും. പ്രശ്നങ്ങളെ ഡീല് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടം ഒന്നിനൊരു പരിഹാരമാകത്തില്ല. ഹല്ലേലൂയ. ഈ ഒളിച്ചോട്ടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ആൻറ്റിയെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടിടയായി. ഈ ആൻറ്റി ജോലിയൊന്നും ചെയ്യുന്നില്ലായിരുന്നു, അങ്കിൾ കുറച്ച് ബിസിനസ്സൊക്കെ ആയിരുന്നു. അപ്പം ബിസിനസ് പരാജയപ്പെട്ട് കടമൊക്കെ ആയപ്പോൾ ഈ മനുഷ്യനൊരു കാര്യം ചെയ്തു, പുള്ളി പോയി അങ്ങ് സൂയിസൈഡ് ചെയ്തു. പുള്ളി പോയി സൂയിസൈഡ് ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം. ഈ പാവം ആൻറ്റി എന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാം. അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഈ ചെറിയൊരു കടയൊക്കെ അവിടെ തുടങ്ങി ആ 3 കുഞ്ഞുങ്ങളെയും വളർത്തി അവരെയൊക്കെ വലുതാക്കി നല്ല നിലയിൽ അവരെ വിവാഹം ചെയ്ത് വിട്ടു. എന്നിട്ട് ഇന്ന് ഞങ്ങൾ അവരുടെ ഭവനത്തിലൊക്കെ ഒരു ദിവസം പോയി കാണാനായിട്ട് മനോഹരമായ ഒരു ഭവനത്തിൽ അവർ താമസിക്കുന്നു. ദൈവസഭയിൽ ഞങ്ങൾ കൂടെ ആരാധിക്കുന്ന ഒരു ആൻറ്റിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ പ്രശ്നങ്ങളെ കണ്ട് ഓടുന്നവരായിട്ട് മാറരുത്. We should not become a people who run away from the problem. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഓഫീസിൽ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനകത്ത് കയറി റിസൈൻ ചെയ്യരുത്. When problems come in your office place, don't resign there. നല്ല സമയത്ത് റിസൈൻ ചെയ്യാം. ആരെങ്കിലും റിസൈൻ ചെയ്യുകയാണെങ്കിൽ. If you're resign in a good time. Praise God. പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് നമ്മൾ ഓടരുത്. Don't run away seeing the problems. ഹല്ലേലൂയ. എന്താണെന്ന് അറിയത്തില്ല, അങ്ങനെ ഒരു നിയോഗം തന്നുകൊണ്ട് ഞാനങ്ങ് പറയുക. Because I'm being led like that, I'm saying. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ഭവനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പ്രശ്നങ്ങളെക്കുറിച്ച് കാനഡയിൽ എമിഗ്രൻ്റ് ആയിട്ട് വന്ന ഒരാളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. Wherever the problems that maybe it may come. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ ഓടരുത്. But you should not run in the midst of that. ഇവിടെ പറയാം, നിങ്ങൾക്ക് അതുകൊണ്ടാണ് ചിറക് തരാഞ്ഞത്. That is why you were not given wings. നമുക്കൊക്കെ ചിറക് തന്നായിരുന്നെങ്കിലുള്ള ഒരു അവസ്ഥ എന്തായിരുന്നു? What would be the situation if we had the wings? ഒറ്റ ഒരുത്തനെ കാണത്തില്ലായിരുന്നു. None of us would be here. എല്ലാം പറന്നു പോയേനെ. Everyone would have flown away. Praise Lord. അതുകൊണ്ടാണ് ദൈവം നമുക്ക് ചിറക് തരാഞ്ഞത്. That's why God didn't give us wings. ചിറക് തരാഞ്ഞത് കൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പ്രശ്നങ്ങളെ കണ്ട് ഓടുന്നവരല്ല. So you must not become people who run after. നമ്മൾ അതിനെ ഫേസ് ചെയ്യുന്നവരാ. But we should face it. Praise God. രണ്ടാമത്തെ ഒരു കാര്യം അതിന്റെ 9ാമത്തെ വാക്യത്തില് പ്രശ്നങ്ങളിൽ വരുമ്പോൾ നമ്മൾ രണ്ടാമത് പ്രതികരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എന്താ? എതിർ പാർട്ടിയെ അങ്ങ് കൊന്നു കളഞ്ഞേരെ.
The second thing we do in the midst of problem അവനെ വെച്ചേക്കരുത്. to suppress the ഇവനാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നാണ് നമ്മുടെ ചിന്ത. because we think the adversary is the problem. നമ്മൾ ഇവിടെ പറയുമ്പോൾ നമ്മുടെ ജഡരക്തങ്ങളോടെല്ലാം നമ്മുടെ പോരാട്ടം എന്നൊക്കെ പറയുമെങ്കിലും പറയുന്ന മുഴുവൻ ഇവൻ കാരണമാണ് ഈ പ്രശ്നം മുഴുവനും. Even though we say the war is not with flesh and blood, we അപ്പോൾ അടുത്ത പാർട്ടി അങ്ങ് കൊല്ലുക എന്നുള്ളതാണ്. so we to suppress the adversary. നമ്മൾ അവനെ വാക്കുകൊണ്ട് കൊല്ലും, ചിന്ത കൊണ്ട് കൊല്ലും, പ്രശ്നം കൊണ്ട് കൊല്ലും, എങ്ങനെയെങ്കിലും അവനെ അങ്ങ് തള്ളിക്കളയാൻ കൊള്ളും. And we do everything to suppress them. തല്ലാൻ പറ്റാത്തതുകൊണ്ട് ഏതൊക്കെ തരത്തിൽ കൊല്ലാമോ ആ തരത്തിലൊക്കെ നമ്മൾ കൊല്ലും. So we do everything in a non-violent way. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു റെസ്പോൺസ്. This is second response to problem. ഇനിയും 16-ാമത്തെ വാക്യത്തിലേക്ക് വരാം, അതേ സങ്കീർത്തനത്തിൽ തന്നെ. പ്രൈസ് ഗോഡ്. ദൈവജനമേ, നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണിത്. ഇവിടെ പറയാണ്, നീ പ്രശ്നങ്ങളുടെ നടുവിൽ മറ്റുള്ളവനെ കൊല്ലാനും പോകണ്ട, നീ ഓടിപ്പോകാനും പോകണ്ട, ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും നിൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയേണ്ടവൻ്റെ മുമ്പിൽ കരഞ്ഞാൽ മതി. In the midst of troubles, all you have to do is in the evening and morning and noon to cry before God. സാഹചര്യങ്ങൾ മാറുമെന്നേ. The circumstances will change. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് വെച്ചാൽ ഈ ദിവസങ്ങളിൽ ദൈവസഭ കരയണം. Because the church has to cry in these times. ഈ ദിവസങ്ങളിൽ ദൈവസഭ പ്രാർത്ഥിക്കണം. The church has to pray during these times. കാര്യം ഈ പ്രാർത്ഥനയിൽ മാത്രമേ വിഷയങ്ങൾ മാറത്തുള്ളൂ. Because only in prayer the situations will change. നമുക്ക് വേറെ ഒരായുധവും വേണ്ട. We don't need any other weapon. ശത്രുക്കൾ എണ്ണിക്കട്ടെ, May the enemy rise. ഏതെങ്കിലുമൊക്കെ തരത്തിൽ തകർത്ത് കളയാൻ അവന്റെ പരമാവധി നോട്ടോട്ടെ, നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരുവനുണ്ട്. But God is there to work on our midst. നമുക്ക് കാര്യമുള്ളവൻ അവനോടാണ്. We are with him. Praise God. Amen. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ എസ്തേർ മുട്ടുമടക്കിയപ്പോൾ, എസ്തേർ ഉപവസിക്കുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ അവിടെ ദൈവത്തിന്റെ ഫേവർ അവൾക്ക് വേണ്ടി വെളിപ്പെടുവാനായിട്ടിടയായി. When Esther decided to fast, God's favor was there. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ മടങ്ങി വരവന്റെ ദിവസങ്ങളാണ്. These are the days of reclamation. നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ് ദൈവം ഈ ദിവസങ്ങളിൽ മടക്കി വരുത്തുമെന്നുള്ളത്. That God will restore all these things. ഹല്ലേലൂയ. എസ്തേറിന്റെ പുസ്തകത്തിൽ ഒന്നുകൂടെ മടങ്ങി വരാൻ ഞാൻ ഒരു വാക്കും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന്റെ 8-ാം അധ്യായത്തിൽ ഇന്ന് നാം കേട്ട കർത്താവിൻ്റെ ദാസനിലൂടെയും ഇന്ന് നാം കേൾക്കുവാനായിട്ടിടയായി. എസ്തേറിൻ്റെ ജീവിതത്തിൽ ഇസ്രായേൽ മക്കളുടെ നാശത്തിനായിട്ട് ഹാമാൻ എല്ലാം പ്ലാൻ ചെയ്തു. അതിനകത്ത് ഹാമാൻ തന്നെ കുടുങ്ങുവാനായിട്ടിടയായി. എന്നാൽ അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, പ്രൈസ് ഗോഡ്. മുദ്രാമോദത്തെക്കുറിച്ച് ഇന്നിവിടെ കേട്ടു. We heard about the signet ring. ഞാൻ ചേർന്ന് അതിൻ്റെ ഒരു ദൂതായിട്ട് ഞാൻ പറയുകയാണ്. I would like to say along with that, ഈ മോതിരം ഹാമാന്റെ കയ്യിലായിരുന്നു ഇതുവരെ. this ring was with Haman. അവൻ ഇതുവരെ യഹൂദനെതിരായിട്ട് ദൈവജനത്തിനെതിരായിട്ടുള്ള നിയമങ്ങളും അങ്ങനെയുള്ള പദ്ധതികളും ഒക്കെ അങ്ങോട്ട് പ്ലാൻ ചെയ്തിരിക്കുക. And he did everything and planned against the people of God. അവിടെ എന്ത് ചെയ്തു? ഒരു മൊർദെഖായി എസ്തേറിനെ ചലഞ്ച് ചെയ്ത 1-2 ദൂതുകൾ പറഞ്ഞപ്പോൾ എസ്തേർ അവിടെ എണ്ണീക്കുവാനായിട്ട് ഇടയായി. But when Mordecai challenged Esther, Esther stood up. ഇയാളെന്നെ കൊത്തുവാന്നും മാന്തുവാന്നും ഒന്നും അല്ല പറഞ്ഞത്. ഞാൻ ആ ദൂതേറ്റെടുത്തിട്ട് എസ്തേർ എണ്ണീക്കുവാനായിട്ട് ഇടയായി. Esther rose up claiming the message. എസ്തേർ എന്ത് ചെയ്തെന്നറിയാമോ? മുട്ടുമടക്കി ഉപവസിക്കുവാനായിട്ട് തീരുമാനിച്ചു. And Esther decided to fast. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, We don't have war with flesh and blood, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. but against principalities, powers and hosts. അങ്ങനെ സംഭവിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? രാജാവിന് അവളോട് ഫേവർ തോന്നിയിട്ട് ഈ മുദ്രാമോതിരം ഹാമാന്റെ കയ്യിൽ നിന്ന് എസ്തേറിന്റെ കയ്യിലേക്ക് ഒരു കൈമാറ്റം സംഭവിച്ചു. ഹല്ലേലൂയ. ദൈവസഭയെ ഞാനൊന്ന് വിളിച്ചു പറയട്ടെ, ഇന്ന് നീ പ്രാർത്ഥിക്കുവാൻ റെഡിയായാൽ അധികാരത്തിന്റെ ഒരു കൈമാറ്റം ഇതിന്റെ നടുവിൽ നടക്കുവാനായിട്ട് ഇടയാകും. If you are ready to pray, the exchange of authority will take ഓ ഹല്ലേലൂയ. ഇവിടെ രാജാവ് പറയാം, നിനക്ക് ബോധിച്ചതുപോലെ എഴുതിയിട്ട് അതിനകത്ത് മുദ്ര വെച്ചോ, ഞാൻ മുദ്രാമോതിരം നിന്റെ കരങ്ങളിൽ തരികയാണ്. The king is saying, do what you like. Here is the signet ring. അധികാരം പ്രാപിച്ച ദൈവസഭ ഒരുമിച്ച് അങ്ങോട്ട് എണ്ണീറ്റാട്ടെ. ഹല്ലേലൂയ. Let's all stand in the presence of God. അധികാരം പ്രാപിച്ച ദൈവജനത്തിന്റെ കയ്യിലാണ് മുദ്രമോതിരമുള്ളത്. The authority received people has the signet ring. ഇവിടുത്തെ നിയമങ്ങൾ നമ്മൾ എഴുതാൻ പോകുക. These laws we will write.
ഈ ദേശത്തിലെ നിയമങ്ങൾ നമ്മൾ എഴുതാൻ പോകും. എത്ര പേര് We will വിശ്വസിക്കുന്നുണ്ട്? write the laws of this land. മാറി നിന്ന് കരയുന്നവരുടെ കൂട്ടത്തിലല്ല ദൈവം നമ്മളെ വിളിച്ചത്. We are not those who go away and cry. അധികാരത്തിന്റെ ഒരു കൈമാറ്റം നടന്നാൽ നിന്റെ ഭവനത്തിലെ നിയമം നീ എഴുതും. If there is an exchange of authority, you will take care of the issue. അവിടെ മരണം വാഴത്തില്ല. Death will not rule there. ഓ ഹല്ലേലൂയ. അവിടെ അസമാധാനം വാഴത്തില്ല. Peacelessness will not rule നിന്റെ there. തലമുറകളെ ദുഷ്ടൻ തൊടത്തില്ല. The enemy will not touch your children. കാര്യം അവിടെ നിയമം എഴുതുന്നത് നീയാ. Because you are the one writing the law. ഹല്ലേലൂയ. നിങ്ങൾ സ്വർഗ്ഗത്തിൽ കെട്ടുന്നത് ഭൂമിയിൽ What you കെട്ടപ്പെട്ടിരിക്കും. bind in heaven will be bound in earth. നിങ്ങൾ സ്വർഗ്ഗത്തിൽ അഴിക്കുന്നത് ഭൂമിയിൽ What you അഴിയപ്പെട്ടിരിക്കും. loose in heaven will be loosed in earth. ഓ യേശു അവരുടെ മേൽ ഊതിയിട്ട് പറയുക, നിങ്ങൾ പാപങ്ങളെ മോചിച്ചാൽ അവരുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കും. Jesus said to them, when you forgive the sins, it will be forgiven. ദൈവസഭയെ ഒരു അധികാരത്തിന്റെ കൈമാറ്റം ഇതിന്റെ മേൽ നടക്കട്ടെ. An exchange of authority should take place. ഓ റഖമന ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ദൈവസഭയോ നിന്നിട്ടാട്ടെ. ഇതൊരു സീരിയസ് ടൈമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നീ മിണ്ടാതിരുന്നാൽ യഹൂദന് മറ്റൊരിടത്തു നിന്ന് രക്ഷയുണ്ടാകും. നീ നിന്റെ പ്രതിഭവനവും നശിച്ചു പോകും. നിന്നെ ഈ ദേശത്ത് കൊണ്ടുവന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. സഹോദര സഹോദരി, നിന്റെ അകത്ത് ജീവനുണ്ടെങ്കിൽ, ഇന്ന് നീ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ആത്മാവിൽ ഞാനൊന്ന് വിളിച്ചു പറയാം, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്.